ഗൈസ് അങ്ങനെ മൂന്നാമത്തെ ഇന്റർവ്യൂ കഴിഞ്ഞു. ഒരു ഓഡ് ഫേമിലാണ്. പാക്കേജ് നെഗോഷ്യബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവര് ചോദിച്ച ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. IFRS 15 എന്താണ്, അതെങ്ങനെയൊക്കെയാണ്, പിന്നെ അതിന് കുറെ ജേണൽ എൻട്രീസ്, പിന്നെ എന്തൊക്കെ ചെയ്തു, അങ്ങനെ ബേസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഓഡിറ്റ് എങ്ങനെ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതെന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല. ചോദിച്ചതെല്ലാം അടിപൊളിയായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാക്കേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇവിടെ CA മാത്രമല്ല ACA ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പാക്കേജിൽ കയറും, മനസ്സിലായോ? അപ്പൊ അതാണ് ചെറിയ പ്രശ്നം. അപ്പൊ ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ചങ്ങായി, അവൻ എത്ര പ്രതീക്ഷിക്കണേ ചോദിച്ചപ്പോ അവൻ പറഞ്ഞ് അവൻ പ്രതീക്ഷിക്കണത് വെറും 5000 റുപ്യാണ്. അപ്പൊ ഒബ്വിയസ്ലി ഞാൻ ഇത്രയും കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മൾ 8 10 പറയാ, അപ്പോ അതവര് അംഗീകരിക്കില്ല. അപ്പൊ അങ്ങനെ പാക്കേജ് കൂടുതൽ കാരണം ചിലപ്പോ ഇതിന്റെ ആ ഡിമാൻഡ് കാരണം ചിലപ്പോ കിട്ടില്ല എന്ന് വരാം, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ ചെറിയ പാക്കേജൊന്നും കയറരുത് മക്കളെ, കാരണം ഇത്രയും ബുദ്ധിമുട്ടി പഠിച്ചല്ലേ. അപ്പോ എന്തായാലും നോക്കാം. ബൈ.